റാപ്പർ വേടന്റെ പരിപാടിക്കിടെ കോട്ട മൈതാനത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് പാലക്കാട് നഗരസഭ. പരിപാടിക്ക് അനുമതി തേടിയത് പട്ടികജാതി വികസന വകുപ്പാണ്. പരിശോധനകൾക്ക് ശേഷം പോലീസിലും പരാതി നൽകുമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി കൃഷ്ണദാസ് പറഞ്ഞു. ലഹരിമുക്ത പരിപാടിക്ക് വേടനെ എത്തിച്ചതിലും വിമർശനം. ആ ഗ്രൗണ്ടിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. നൂറുകണക്കിന് മദ്യ ബോട്ടിലുകൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നാശനഷ്ടം പാലക്കാട് നഗരസഭ കണക്കാക്കിയിട്ട് പട്ടികജാതി വകുപ്പാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സംഘാടകരോട് ഇതിൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനായിട്ടുള്ള നടപടികളുമായി പാലക്കാട് നഗരസഭ മുന്നോട്ട് പോകും. പൊതുമുതൽ നശിപ്പിച്ചതിന് സ്വാഭാവികമായിട്ടും സെക്രട്ടറി വന്നു കഴിഞ്ഞാൽ പോലീസിനും ഒരു പരാതി കൊടുക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നതാണ്. ഇത്രയും ചെറിയ ഗ്രൗണ്ടിൽ 10,000-കണക്കിന് ആളുകൾ വരും എന്ന് പറഞ്ഞ് അവരെ എല്ലാം ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്ന് വരുത്തി വെറും 3 പാട്ടും പാടി സ്ഥലം വിട്ട ആളാണ് ഇവിടെ പരിപാടി നടത്തിയത്. അദ്ദേഹത്തിനും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, എന്താണ് ഈ വിഷയത്തിൽ നഗരസഭയുടെ നിലപാട്? ശ്രീജിത്ത്. ഉന്മേഷ, നമുക്കറിയാം പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. BJP ഇതിന് മുൻപ് തന്നെ വേടനെതിരെ പരാമർശങ്ങളൊക്കെ നടത്തിയാൽ അതല്ലെങ്കിൽ RSS നേതാവിന്റെ പരാമർശമൊക്കെ വിവാദത്തിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുകൂടി ചേർത്ത് വായിക്കേണ്ടത്. ഇന്നലെ റാപ്പർ വേടന്റെ പരിപാടിക്ക് ഏതാണ്ട് 10,000-5,000 പേരെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരിടത്തേക്ക് 10,000-കണക്കിന് ആളുകൾ എത്തിയെന്ന കാര്യം വസ്തുതയാണ്. അവിടെ ലാത്തി വീശലുണ്ടായി, ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളുമുണ്ടായി, സംഘാടകരും അതുപോലെ തന്നെ കാണികളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. ഇതെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ പാലക്കാട് നഗരസഭയുടെ ഡെസ്കും ബെഞ്ചും, അവിടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ഡെസ്കും ബെഞ്ചും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സാമഗ്രികളെല്ലാം ഉപേക്ഷിക്കാനും അല്ലെങ്കിൽ വൃത്തിയായി മാറ്റിയിടാൻ വെച്ച സാമഗ്രികളൊക്കെ തന്നെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ വൈസ് ചെയർമാൻ കൃഷ്ണദാസ് ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് നഗരസഭാ സെക്രട്ടറി വന്നതിന് ശേഷം ഇത് കണക്കാക്കും. അതിനുശേഷം പട്ടികജാതി വികസന വകുപ്പാണ് ഇതിന് അനുമതി തേടിയത്. അവരിൽ നിന്ന് ഈ നഷ്ടം ഈടാക്കാനുള്ള നടപടി പാലക്കാട് നഗരസഭ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ഇതിൽ വേടനും കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് BJPയുടെ മുതിർന്ന നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. വേടൻ ഈ 3 പാട്ട് മാത്രം പാടി അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. വേടന് കൂടി ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാൻ കഴിയില്ല എന്ന് കൂടി BJPയുടെ നേതാവ് കൂടിയായ വൈസ് ചെയർമാൻ കൃഷ്ണദാസ് പറയുന്നു. ഇതുകൂടാതെ സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനം. ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയെ കൊണ്ട് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പട്ടികജാതി പട്ടികവർഗ വികസന സംഗമത്തിന്റെ ഭാഗമായുള്ള ഈ പരിപാടി നടത്തണമായിരുന്നു, ലക്ഷങ്ങൾ ചെലവാക്കി എന്നാണ്. ഇതിന് എക്സൈസ് മന്ത്രി മറുപടി പറയണം. നിറയെ മദ്യക്കുപ്പികളാണ് ഇപ്പോൾ പാലക്കാട് കോട്ട മൈതാനത്തുള്ളത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്ന സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്നലെ തന്നെ ഉറപ്പായും ഒരു നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ കേസ് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് BJP നേതാക്കൾ പറഞ്ഞിരുന്നു. കാരണം അവർ പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJP ആണ്. അതുകൊണ്ട് തന്നെ ഒരു കേസ് ഉണ്ടാവുമെന്ന് BJP നേതാക്കൾ പരാതി കൊടുക്കുമെന്ന് BJP നേതാക്കൾ പറഞ്ഞിരുന്നു. എന്തായാലും അതിന് തുടർ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാലക്കാട് നഗരസഭയുടെ ഇപ്പോഴത്തെ തീരുമാനം. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.